വഖഫ് കേസിൽ ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജിന്റെ ഹർജിയെ പിന്തുണച്ച് സംസ്ഥാന സർക്കാർ. വഖഫ് ബോർഡിൽ 2 അമുസ്ലിം അംഗങ്ങളെ ഉടനെ നിയമിക്കുമെന്ന് അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയെ അറിയിച്ചു. സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമാണ് വഖഫ് ബോർഡിൽ അമുസ്ലിം അംഗങ്ങളെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ആ വഴിയെ കേരളവും സഞ്ചരിക്കുകയാണോ? അമുസ്ലിം അംഗങ്ങൾ വഖഫ് ബോർഡിലേക്ക് എത്തുമെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുന്നു. വിശദാംശം. ഷമ്മി, അതായത് കഴിഞ്ഞ ദിവസം എടുത്തതിന് സമാനമായ രീതിയിലുള്ള ഒരു നിലപാട് തന്നെ ഹൈക്കോടതിയിൽ ഇന്നും അഡ്വക്കേറ്റ് ജനറൽ എടുത്തു. രാവിലെ ആദ്യം തന്നെ കേസ് എടുത്തപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസത്തെ സുപ്രീം കോടതിയിൽ ഒരു ഇൻ്ററിം ഓർഡർ ഉണ്ടായിരുന്നു. ആ ഓർഡർ കോടതിയിൽ സർക്കാർ അഡ്വക്കേറ്റ് ജനറൽ ഹാജരാക്കി. അതിനുശേഷമാണ് ഈ കേസിൻ്റെ വിശദമായ ഘട്ടങ്ങളിലേക്ക് കടന്നത്. കോടതി ചോദിച്ചത് എന്തുകൊണ്ട് ഇത് ഈ 2 മുസ്ലിങ്ങളെ നിയമിക്കണമെന്ന ഉത്തരവ് നടപ്പിലാക്കാൻ കഴിയുന്നില്ല, നിയമം നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അഡ്വക്കേറ്റ് ജനറലിൻ്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട വാദം ഈ നിലവിലുള്ള ബോർഡ് അത് നിയമപരമല്ല എന്നാണ് ഇവർ ആവർത്തിച്ച് പറയുന്നത്. ഇത് പുനഃസംഘടിപ്പിക്കണം എന്ന് കോടതിയിൽ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പുനഃസംഘടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ 2 മുസ്ലിം ഇതര വിശ്വാസികൾ അതിൽ ഉൾപ്പെടുത്തണം എന്ന് തന്നെയാണ്. കാരണം അതാണ് കേന്ദ്ര വഖഫ് ആക്ട് അമെൻമെൻറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അത് നടപ്പിലാക്കും എന്ന് കോടതിയിൽ കൃത്യമായി പറയുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. കോടതി ചോദിച്ചു, ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഉറപ്പ് അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കോടതിയെ അറിയിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു റിപ്പോർട്ടായി നൽകാം എന്ന് പറഞ്ഞപ്പോൾ പത്രിക പോരാ, ഒരു അഫിഡവിറ്റ് തന്നെ നൽകണം എന്ന് പറഞ്ഞാണ് ഇപ്പോൾ കോടതി നടപടിക്രമങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ 2 ഒഴിവുണ്ട്. ആ 2 ഒഴിവും ഫില്ല് ചെയ്യണം, ഒപ്പം തന്നെ ഇത് പുനഃസംഘടിപ്പിക്കണം എന്ന നിലപാടാണ് അഡ്വക്കേറ്റ് ജനറൽ ഇന്നും കോടതിയിൽ സ്വീകരിച്ചത്. അതിൻ്റെ അർത്ഥം ഷോൺ ജോർജിൻ്റെ ഈ ഹർജിയിലെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് കേന്ദ്ര വഖഫ് ആക്ടിൻ്റെ അമെൻമെൻറ്റ് പ്രകാരം, ആക്ട് 14-ാം സെക്ഷൻ പ്രകാരം ഈ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കണം, അതിൽ 2 മുസ്ലിം ഇതര വിശ്വാസികൾ വേണം എന്നുള്ളതാണ്. അതുതന്നെയായിരുന്നു ഷോണിൻ്റെ ആവശ്യം. അതിനെ പിന്തുണയ്ക്കുകയാണ് ഫലത്തിൽ സർക്കാരും ചെയ്തിരിക്കുന്നത്. സർക്കാർ പറയുന്നത് ഇപ്പോഴത്തെ ബോർഡ് നിയമാനുസൃതമല്ല, അത് പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ട്, ഒഴിവുകളുണ്ട്, ആ ഒഴിവുകൾ പുനഃസംഘടിപ്പിക്കണം. അപ്പോൾ അതിനർത്ഥം 2 അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തി വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കണം എന്ന് തന്നെ ആവർത്തിക്കുന്നു സർക്കാർ എന്നുള്ളതാണ് സാഹചര്യം. അത് എപ്പോൾ, എങ്ങനെ എന്നൊക്കെ കോടതി ചോദിച്ചു. അപ്പോൾ ഉടൻ അറിയിക്കാം എന്നാണ് പറഞ്ഞത്. നിലവിൽ 9 അംഗങ്ങളുണ്ട്, പരമാവധി 11 ആണ്. അതിനാൽ പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ട് എന്ന് അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞു. അക്കാര്യത്തിൽ സർക്കാരാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ കോടതി അതിൽ അഭിപ്രായം പറയുന്നില്ല എന്ന് തന്നെ ഒരു ഘട്ടത്തിൽ ചീഫ് ജസ്റ്റിസ് പറയുകയും ചെയ്തു. പക്ഷേ എങ്കിലും സർക്കാരിൻ്റെ നിലപാട് ഇത് പുനഃസംഘടിപ്പിക്കണം എന്ന് തന്നെയാണ്. അതിൻ്റെ അർത്ഥം നിലവിലുള്ള ബോർഡ് പുനഃസംഘടിപ്പിച്ച് പുതിയ ബോർഡ് ഉണ്ടാക്കുക. ആ പുതിയ ബോർഡിൽ കേന്ദ്ര വഖഫ് ആക്ട് അമെൻമെൻറ്റ് 14 സെക്ഷനിൽ പറയുന്നത് പോലെ 2 അമുസ്ലിങ്ങൾ ഉൾപ്പെടുത്തുക. അതിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ഇന്നും അഡ്വക്കേറ്റ് ജനറൽ സർക്കാർ കോടതിയിൽ സ്വീകരിച്ചത് എന്നുള്ളതാണ് ഇന്നത്തെ കോടതി നടപടിയിൽ നിന്ന് മനസ്സിലാകുന്നത്. ഏതായാലും ഒരു അഫിഡവിറ്റ്, ഒരു സത്യവാങ്മൂലം സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ സത്യവാങ്മൂലം കോടതി ഇനി അടുത്ത ദിവസം കേസ് പരിഗണിക്കുമ്പോൾ പരിശോധിച്ച ശേഷം കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാം എന്നാണ് പറഞ്ഞത്. മാത്രമല്ല, ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് എതിർകക്ഷികൾ വഖഫ് ബോർഡ് അംഗങ്ങളുണ്ട് നിലവിലുള്ള, അവർക്ക് നോട്ടീസ് പോയിരുന്നു. ആ നോട്ടീസിൻ്റെ അക്നോളജ്മെൻറ്റ് കോടതി തിരിച്ചെത്തിയിട്ടില്ല. അപ്പോൾ അവരുടെ കക്ഷി ചേരൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ കൊണ്ട് അന്തിമ തീർപ്പിലേക്ക് കോടതി പോയിട്ടില്ല. ഈ കോടതിയിൽ ഇന്ന് സർക്കാർ എടുത്ത നിലപാടാണ് വളരെ പ്രധാനപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിലെടുത്തതും ഇന്നലെ സുപ്രീം കോടതിയിലെടുത്തതുമായ അതേ നിലപാട് ഇന്നും ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ജനറൽ ആവർത്തിച്ചു. പുനഃസംഘടിപ്പിക്കുമ്പോൾ ഈ ആളുകൾ മുസ്ലിം ഇതര വിശ്വാസികൾ ഉൾപ്പെടുത്തേണ്ടി വരും എന്ന നിലപാട് തന്നെയാണ് പറഞ്ഞത്. ഫലത്തിൽ ബി.ജെ.പി. നേതാവിൻ്റെ ഹർജിയെ പിന്തുണയ്ക്കുകയാണ് ഇന്നും സർക്കാർ കോടതിയിൽ ചെയ്തത് എന്നതാണ് വസ്തുത. സാലി, ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗും അതുപോലെ തന്നെ മന്ത്രി അടക്കമുള്ളവർ പറയുന്നത് അത്തരത്തിലൊരു സമീപനം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ AG അടക്കമുള്ളവർ പറയുന്നത് അത്തരത്തിലൊരു സമീപനം ഉണ്ടായിട്ടില്ല, സർക്കാർ അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല, സർക്കാർ അതിനെ പിന്തുണച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ വസ്തുതകൾ അതല്ലല്ലോ പറയുന്നത്. അത് പിന്തുണച്ചോ എന്ന് ചോദിച്ചാൽ അന്നത്തെ കോടതി നടപടിയിൽ നിന്ന് വ്യക്തമാണ്. ഇന്നലത്തെ സുപ്രീം കോടതി നടപടിയിൽ നിന്ന് വ്യക്തമാണ്. സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകൻ പറഞ്ഞതും ഒരേ കാര്യം തന്നെയാണ്. അതായത് പുനഃസംഘടിപ്പിക്കണം എന്ന് തന്നെയാണ്. ഒപ്പം തന്നെ ഈ വഖഫ് ആക്ടിലെ അമെൻമെൻറ്റിൽ 14-ാം സെക്ഷനിൽ പറയുന്ന പോലെ മുസ്ലിം ഇതര വിശ്വാസികളായ 2 പേരെ ഉൾപ്പെടുത്തണമെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിലും പറഞ്ഞത്, ഇന്നലെ സുപ്രീം കോടതിയിലും പറഞ്ഞത്. ഇനി ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ജനറലിന് ഇതല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ലായിരുന്നു
എന്നതാണ് ലീഗ് നേതാക്കൾ പുറമെ മാധ്യമങ്ങളോട്, മന്ത്രി ഷംസുദ്ദീൻ അടക്കമുള്ളവർ വാദിക്കുന്നത്. അതിലും ബേസ് ഇല്ല. കാരണം രണ്ട് കാര്യങ്ങൾ വേണമെങ്കിൽ ഹൈക്കോടതിയിൽ ആവശ്യപ്പെടായിരുന്നു. കുറച്ച് ദിവസം സാവകാശം ചോദിക്കായിരുന്നു ഇക്കാര്യത്തിലൊരു നിലപാട് പറയാൻ, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുമായിട്ട് ആലോചിച്ച് പിന്നീട് അറിയിക്കാമെന്ന് പറയായിരുന്നു. അതുമല്ലെങ്കിൽ ഈ കേസ്, ഇതിൻ്റെ പ്രധാനപ്പെട്ട കേസ് സുപ്രീം കോടതിയിൽ കിടക്കുന്നുണ്ട്. ഈ അമെൻമെൻറ്റിനെതിരായ ഒരു കൂട്ടം ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. അതിൽ ഈ സെക്ഷൻ 14 പ്രശ്നമുണ്ട്. അത് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയത്തിൽ ഹൈക്കോടതി ഈ വിഷയം പരിഗണിക്കുന്നത് നിയമപരമായി ശരിയല്ല എന്ന് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താൻ അന്ന് അഡ്വക്കേറ്റ് ജനറലിന് കഴിയുമായിരുന്നു. അത് അഡ്വക്കേറ്റ് ജനറൽ മിണ്ടിയില്ല എന്നുള്ളതാണ് പ്രശ്നം. മാത്രമല്ല സെക്ഷൻ 99 പ്രകാരം ഈ സംസ്ഥാന വഖഫ് ബോർഡ് സ്വയം ഭരണാധികാരമുള്ള ബോർഡാണ്. അതിനുമേൽ ഒരു സംവിധാനത്തിനും നേരിട്ട് നിയന്ത്രണാധികാരമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സർക്കാരിന് നിർദ്ദേശങ്ങൾ നൽകാമെന്നല്ലാതെ നിയന്ത്രണാധികാരം ഒരു ഏജൻസിക്കും ഇല്ല, അത് ഹൈക്കോടതിക്കും ഇല്ല. അതും ബോധ്യപ്പെടുത്താൻ സെക്ഷൻ 99 പഴയ വഖഫ് ആക്ടിൻ്റെ അത് ബോധ്യപ്പെടുത്താനും കഴിഞ്ഞില്ല. മാത്രമല്ല വഖഫ് ആക്ടിൽ തന്നെ പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു വഖഫ് ബോർഡിൻ്റെ ഏതെങ്കിലും ഘടനയിൽ, അതായത് അംഗസംഖ്യ കുറവുണ്ടെങ്കിലോ എടുത്ത തീരുമാനങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലോ അത് ഭരണഘടനാ വിരുദ്ധമല്ലാത്തിടത്തോളം കാലം അതിൽ ഒരു ഏജൻസിക്കും ഇടപെടാൻ കഴിയില്ല എന്നുള്ളതാണ് വഖഫ് ആക്ടിൽ തന്നെ പറയുന്നത്. അപ്പോൾ ഈ 3 നിയമങ്ങൾ, ഈ 3 കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ അന്ന് അഡ്വക്കേറ്റ് ജനറൽ തയ്യാറാകുമായിരുന്നെങ്കിൽ ഈ പൊല്ലാപ്പൊന്നും ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ അത് മിണ്ടാതിരുന്നത് നിലവിലുള്ള വഖഫ് ബോർഡിനെ പിരിച്ചുവിട്ട് തങ്ങൾക്ക് താല്പര്യം കുറച്ച് ആളുകളെ നിയമിക്കാനുള്ള ലീഗിൻ്റെ താല്പര്യമാണ്. പക്ഷേ അപ്പോഴൊരു പ്രശ്നം, BJP സർക്കാർ കൊണ്ടുവന്ന വഖഫ് അമെൻമെൻറ്റ് സെക്ഷൻ 14 നടപ്പിലാക്കേണ്ടി വരും പുനഃസംഘടിപ്പിച്ചാൽ എന്നുള്ളതാണ്. ഈ LDF സർക്കാർ അവസാന കാലത്താണ് വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുന്നത്. LDF സർക്കാർ ബോധപൂർവം അത് ഒഴിച്ചിട്ടു, 2 അമുസ്ലിം അംഗങ്ങളുടെ ഒഴിവുകൾ. അത് സർക്കാർ അങ്ങനെ ആ ഒഴിവ് നികത്താനേ തയ്യാറായില്ല. ഓരോ കാരണം പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ഓരോ കാരണം പറഞ്ഞ് ഈ UDF സർക്കാരിന് നീട്ടിക്കൊണ്ട് പോകുമായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല, ഈ നിയമക്കുരുക്കിലേക്ക് പോകില്ലായിരുന്നു. പക്ഷേ അഡ്വക്കേറ്റ് ജനറൽ ബോധപൂർവം അതിൽ മിണ്ടാതിരിക്കുകയും ഈ നിയമത്തിൻ്റെ വശങ്ങൾ, പല കാര്യങ്ങളുണ്ട്, സുപ്രീം കോടതി കേസ് കിടക്കുന്നു, സെക്ഷൻ 99 ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തി ഈ കേസൊന്ന് നീട്ടിവെച്ചായിരുന്നെങ്കിൽ ഈ വിഷയം ഇപ്പോൾ ഉയർന്നു വരില്ലായിരുന്നു. മറിച്ച് അഡ്വക്കേറ്റ് ജനറലും സർക്കാരും ചെയ്തത് ഇത് ഉടനെ പുനഃസംഘടിപ്പിച്ചേക്കാം എന്ന നിലപാടെടുക്കുകയാണ് ചെയ്തത്. ഉടനെ പുനഃസംഘടിപ്പിച്ചാൽ മുസ്ലിം ഇതര വിശ്വാസികളായ 2 പേരെ അതിൽ ഉൾപ്പെടുത്തേണ്ടി വരും. അതാണ് രാജ്യത്ത് അമെൻമെൻറ്റിലൂടെ നിലവിൽ വന്ന നിയമം. അത് പാലിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞതോടുകൂടി BJPക്കൊപ്പം ചേരുകയാണ് UDFും മുസ്ലിം ലീഗും ഈ വിഷയത്തിൽ ചെയ്തതെന്ന് വ്യക്തമാണ്. ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ വസ്തുതാവിരുദ്ധമായ ചില കാര്യങ്ങൾ പറയുന്നത് നമ്മൾ കേട്ടു. കേരള ഹൈക്കോടതിയിൽ മറിച്ചുള്ള നിലപാടാണ് സ്വീകരിച്ചത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അന്നത്തെ കോടതി നടപടിക്രമങ്ങൾ നേരിട്ട് കണ്ട ആളുകളാണ് നമ്മളൊക്കെ. പക്ഷേ അതിൽ കൃത്യമായി അഡ്വക്കേറ്റ് ജനറൽ എന്നോട് കോടതി ചോദിച്ചു, നിങ്ങൾ ഈ ഹർജിക്കാരനൊപ്പമാണോ എന്ന് ചീഫ് ജസ്റ്റിസ് നേരിട്ട് ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ ടു സം എക്സ്റ്റെൻറ്റ് എന്നാണ് അഡ്വക്കേറ്റ് ജനറൽ കോടതിയിൽ പറഞ്ഞത്. അതായത് ഒരു പരിധി വരെ ഞങ്ങൾ ഈ ഹർജിക്കാരനായ ഷോൺ ജോർജിനെ പിന്തുണയ്ക്കുന്നു എന്ന് സർക്കാർ തുറന്നു പറഞ്ഞതാണ് കോടതി മുറിയിൽ. എന്നിട്ടാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ നേരെ തിരിച്ച അഭിപ്രായം പറഞ്ഞത്. അങ്ങനെ കോടതിയിൽ നടന്നിട്ടേ ഇല്ല എന്ന് പറയുന്നത് തീർത്തും വസ്തുതാവിരുദ്ധമാണ്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഇന്ന് പറഞ്ഞ കാര്യം ഒരു ബേസും ഇല്ലാത്തതാണ്. ഒരു തരത്തിലുള്ള എതിർപ്പും കോടതിയിൽ സർക്കാർ പറഞ്ഞിട്ടില്ല. സർക്കാർ ഷോണിന് അനുകൂലമായിട്ടാണ് വർത്തമാനം പറഞ്ഞത്. കോടതി ആവർത്തിച്ച് ചോദിച്ചു, നിങ്ങൾ ഹർജിക്കാരനൊപ്പമാണോ എന്ന് ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടി അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞത് ടു സം എക്സ്റ്റെൻറ്റ് എന്ന് തന്നെയാണ്. ഞങ്ങൾ പരിധിവരെ ഹർജിക്കാരനൊപ്പമാണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ എതിർത്തു എന്ന വസ്തുതാവിരുദ്ധമായ കാര്യം മുഖ്യമന്ത്രി ഇത് പറഞ്ഞത്. അതുകൂടി ഇതിൽ ആഡ് ചെയ്യേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സർക്കാർ വലിയ കുരുക്കിലാണ് പെട്ടിരിക്കുന്നത്. സർക്കാരിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യമാണ് അവരെ കുരുക്കിലെത്തിച്ചത്. ഇപ്പോഴുള്ള ബോർഡിനെ എങ്ങനെയും പിരിച്ചുവിടുക, അതിനുശേഷം തങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് ആളുകളെ നിയമിക്കുക, അതിപ്പോൾ അമുസ്ലിം ആണെങ്കിലും കുഴപ്പമില്ല, ആരാണെങ്കിലും കുഴപ്പമില്ല എന്നൊരു നിലയിലേക്ക് ലീഗും കോൺഗ്രസ് നേതൃത്വവും മാറിയതിൻ്റെ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ UDF സർക്കാർ നേരിടുന്നതെന്നുള്ളതാണ് വസ്തുത. ഏതായാലും വരും ദിവസങ്ങളിൽ എന്താണ് സത്യവാങ്മൂലം കൊടുക്കുന്നത് നമുക്കറിയാം. അതിനുശേഷം കോടതി എന്തു പറയുന്നു എന്നും പരിശോധിക്കാം. തീർച്ചയായും സാലി, 2 അമുസ്ലിം അംഗങ്ങളെ വഖഫ് ബോർഡിൽ നിയമിക്കുന്നതിന് അനുകൂലമായ നിലപാടാണ് അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ സ്വീകരിച്ചത്. സാലി മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്.